നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ബലാത്സംഗത്തിനടക്കം കേസെടുത്ത് പോലീസ്. ഗർഭചിത്രം നടത്താനായി രാഹുൽ ഭീഷണിപ്പെടുത്തി ഗുളിക കഴിപ്പിച്ചു. ഇത് ഉറപ്പുവരുത്താൻ വീഡിയോ കോളിലൂടെ നിരീക്ഷിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ഒളിവിൽ തുടരുന്ന രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു യുവതിയുമായി എന്നാണ് രാഹുൽ ഹർജിയിൽ പറയുന്നത്. രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഈ ചർച്ചയിൽ ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ ജേക്സി തോമസ് CPIM, ശ്രീ ശങ്കുട്ടിദാസ് BJP, ശ്രീ സുഭാഷ് ബാബു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ രാജു പി നായർ, പാലക്കാട് MLA എവിടെ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഉത്തരം പറയുമോ? കോൺഗ്രസ് ഉത്തരം പറയേണ്ടതല്ലേ? കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഓൾ ഇൻ ഓൾ രാഹുലായിരുന്നു. അദ്ദേഹം പാലക്കാട് നഗരസഭയിലും കണ്ണാടി പിരായിരി പഞ്ചായത്തുകളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. ഇന്നലെ കാണാതാവുന്നതിന് തൊട്ട് മുമ്പ് 5-15 വരെ കണ്ണാടി പഞ്ചായത്തിൽ UDFന്റെ പ്രചരണം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാഹുലിനെ കാണാതെ പോയാൽ എവിടെ എന്ന് കോൺഗ്രസിനോടല്ലേ ചോദിക്കാൻ പറ്റൂ? നല്ലൊരു ചോദ്യമാണ്. ഈ മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്ന് വലിയ ധാർമ്മികതയൊക്കെ പ്രതീക്ഷിക്കാം. ഞങ്ങൾ ആ ധാർമ്മികത പുലർത്തിയുമുണ്ട്. പക്ഷെ ആ ധാർമ്മികത പുലർത്തുമ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അഭിനന്ദനമൊന്നും വേണ്ട. പക്ഷെ വസ്തുതാപരമായെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം. ഒരു MLAക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ആ ആരോപണ വിധേയൻ്റെ പേര് പോലും പറയാതെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ള ഒരാളല്ല, പരാതി കൊടുക്കുന്നില്ല, FIR ഇല്ല, ഒന്നുമില്ല, പേര് പോലും പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ വാചകം ഉപയോഗിച്ചുകൊണ്ട് അത് ഇന്ന ആളാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു ആരോപണം റിനിയാൻ ഉന്നയിച്ചപ്പോൾ തന്നെ അതിൽ പാർട്ടിക്ക് കൃത്യമായ ബോധ്യത്തോടു കൂടി നടപടിയെടുത്തൊരു പാർട്ടിയാണ്. അത് സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തെ വെറുതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യല്ല, അദ്ദേഹത്തെ UDFന്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പ്രത്യേക ബ്ലോക്കായിട്ട് അദ്ദേഹത്തെ ഇരുത്തിയൊരു പാർട്ടിയാണ്. ആ ഒരു പാർട്ടിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വാട്ട് അബൌട്ടറിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞങ്ങൾ നടപടി എടുത്തതിൻ്റെ ബലത്തിൽ മറ്റുള്ളവരെ പറയാലോ. ഞങ്ങൾ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾ പറയുമ്പോഴാണ് വാട്ട് അബൌട്ടറി. ഞങ്ങൾ നടപടി എടുത്തതിന്റെ വിഷയത്തിൽ നടപടി ഉണ്ടായിരുന്നോ? ഞാൻ എന്തുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്? അദ്ദേഹം ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളിലും UDFന്റെ പ്രചരണത്തിന്റെ മുഖ്യ മുഖമായിരുന്നു എന്ന കാര്യത്തിൽ അങ്ങേക്ക് സംശയമുണ്ടോ? പുറത്താക്കിയ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളല്ലേ? മുഖമൊന്നും ആയിരുന്നില്ല. ശബരിമല വിഷയത്തിൽ ഒരു മുൻ MLA ഇന്നും പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന പത്മകുമാർ ജയിലിലാണ്. അത് പുകമറയൊന്നുമല്ല, ഹൈക്കോടതിയുടെ അന്വേഷണം തന്നെ കൃത്യമായിട്ട് ബോധ്യത്തിൽ വന്നിരിക്കുന്ന നടപടിയിൽ ഇന്ന് പത്മകുമാർ ജയിലിൽ കിടക്കുക. മറ്റൊരു CPMന്റെ നേതാവ് N വാസു ഇപ്പോഴും ജയിലിലാണ്. 2 CPMന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. ആ ജയിലിൽ കിടക്കുന്ന 2 CPM നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പോലും ചെയ്യാതെ ഈ സംരക്ഷണ വലയം ഒഴുക്കി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട ഒരാൾ ജയിലിൽ കിടന്ന് മത്സരിക്കുന്നത്? ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ ബീഹാറിലൊക്കെ നിയമസഭയിലും പാർലമെന്റിലേക്കൊക്കെ മത്സരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട ഒരാൾ ജയിലിൽ കിടന്ന് മത്സരിക്കുകയാണ്. പാർട്ടി അയാളെ പോലും മാറ്റുന്നില്ല, ഡമ്മിയെ പോലും സ്ഥാനാർത്ഥിയാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു ജനാധിപത്യ മര്യാദകളും ഇല്ലാതെ കൊലപാതകികളെയും അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു, ഞങ്ങളുടെ ഒരു നേതാവിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ യാതൊരു വിധത്തിലുള്ള പരാതിക്കോ FIRനോ ഒന്നും കാത്തു നിൽക്കാതെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. പിന്നെ അദ്ദേഹം ഒരു MLA ആയിരുന്ന, അദ്ദേഹം ഒരു പാർട്ടിക്കകത്തുണ്ടായിരുന്ന സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ആളെ ഇപ്പം ഞങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ M വിൻസെന്റിനെയും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പുറത്താക്കി. അതിനുശേഷം അതൊക്കെ കള്ളക്കഥകളാണെന്നുള്ളത് തെളിഞ്ഞു വന്നല്ലോ. നമ്മളിപ്പോൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അവരെ പുറത്താക്കിയല്ലോ. ആ പുറത്താക്കിയതുകൊണ്ട് അവർ പാർട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും വിട്ടുപോവുകയാണ്. പാർട്ടിയല്ല, വ്യക്തിബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലല്ലോ. അങ്ങനെ വ്യക്തിബന്ധങ്ങളുള്ളവരൊക്കെ പലപ്പോഴും പലരുമായിട്ട് കൂടെയിട്ടാണ്. കേരളത്തിൻ്റെ മന്ത്രിക്ക് DYFI രാഹുൽ മാങ്കൂട്ടത്തലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ് സമരം നടത്തുമ്പോൾ കേരളത്തിൻ്റെ മന്ത്രി നമ്മളോട് ചോദിച്ചില്ലേ, അദ്ദേഹത്തിനെതിരെ FIR ഇല്ലല്ലോ, അദ്ദേഹത്തിനൊരു പരാതിയില്ലല്ലോ, പിന്നെ എന്തു പറഞ്ഞു മാറ്റി നിർത്തും എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അതൊക്കെയാണ് CPMന്റെ ഇരട്ടത്താപ്പ്. ആഘോഷിക്കാം, ആഘോഷിക്കാൻ കഴിയുന്ന ശ്രീ രാജു നായർ, നമ്മൾ ഈ CPMനെയും BJPയെയും മറ്റുള്ളവരെയും ഒക്കെ
നമ്മൾ മാറ്റിവെച്ചിട്ട് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മാത്രം എടുത്താൽ കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നടപടിയെടുത്തത് എന്ന് പറഞ്ഞത് ആരാ? വി ഡി സതീശനാണ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ നിലപാട്. അത് കടൽ ഇളകി വന്നാലും മാറില്ല. വി ഡി സതീശൻ ഓൺ റെക്കോർഡ് പറഞ്ഞതാണ്. ഇന്ന് മാസങ്ങൾക്ക് ശേഷം അത് ആവർത്തിച്ചു. രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, ഒരു മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞത് പാർട്ടിക്ക് മുമ്പിൽ വന്ന പരാതികൾ ശരിയാണ് എന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നടപടിയെടുത്തത്. രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. ഇന്ന് അദ്ദേഹം ആവർത്തിച്ചു, ഞാൻ ഇതിനേക്കാൾ കുറച്ചുകൂടി കഠിനമായ നടപടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്, അങ്ങനെ അഭിപ്രായമുണ്ടായിരുന്നു, പക്ഷേ കളക്റ്റീവ് അഭിപ്രായം മറ്റൊന്നായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് 100% ബോധ്യമുണ്ട്. ഇത് ആരോപണമല്ല, പുറത്തുനിന്ന് ആരെങ്കിലും പറയുന്നതോ അതല്ലെങ്കിൽ പുറത്ത് FIR ഉണ്ടോ, കേസ് ഉണ്ടോ, ആരോപണം ഉന്നയിച്ച ആളുകൾ ആരൊക്കെ, ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അതിന്റെ നേതാക്കൾക്ക് ബോധ്യമുണ്ട് എന്ന് ആ നേതാക്കൾ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കേസിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അല്ല, ഞാനും അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഞാനും അത് തന്നെ, ആ ബോധ്യമുള്ളത് കൊണ്ടല്ലേ നടപടിയെടുത്തത്. ഹൈക്കോടതി ശിക്ഷിച്ച്, ഹൈക്കോടതി റെഫറൻസും ഉൾപ്പെടെ ഉണ്ടായിട്ട് ഈ സർക്കാരിന്റെ SIT കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിൽ കഴിയുന്ന ആളെക്കുറിച്ച് ഇപ്പോഴും ആ ബോധ്യം പാർട്ടിക്കില്ലല്ലോ. ഉണ്ടോ? 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട ഒരാളെക്കുറിച്ച് ഇപ്പോഴും CPM-ന് ആ ബോധ്യമില്ലല്ലോ. ഞങ്ങൾ പരാതി പോലും ഇല്ലാണ്ട് ഞങ്ങളുടെ ബോധ്യത്തിന്റെ പേരിൽ എടുത്തതിന്റെ ധാർമ്മിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് കോടതി ശിക്ഷിച്ചവരെ കുറിച്ച് CPM-ന് ആ ബോധ്യമില്ലാത്തത്? അപ്പോ ഇരട്ടത്താപ്പുകൾ അതാണ്. ഞങ്ങൾ പാർട്ടി എന്നുള്ളതും UDF എന്നുള്ളതും ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിൽ വസ്തുതകളുണ്ട് എന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന രക്ഷാകർതൃത്വം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് മുഴുവൻ പാർട്ടിയുടെ കവചമില്ലാതെ നിയമത്തിന് വിട്ടുകൊടുത്ത് ഞങ്ങൾ അവിടെ നിന്നു, ഇല്ലേ? ആ നിയമം നടപ്പാക്കുന്നതിൽ താമസമുണ്ടായിട്ടുണ്ട്. അതിന്റെ ഘടകങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പരാതി ഇല്ലാതിരുന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ പാലക്കാട് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാവും, മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. പരാതി വന്ന സാഹചര്യത്തിൽ തീർന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പക്ഷേ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, അടുത്ത ഒരു 3 മാസവും കൂടി പരാതി ഇല്ലാതെ പോവുകയായിരുന്നെങ്കിൽ അഭിലാഷിന് പറയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു പരാതിയുമില്ലാതെ, ഒരു കേസ് പോലും ഇല്ലാതെ അദ്ദേഹത്തെ ക്രൂശിക്കുന്നു എന്നുള്ള അഭിപ്രായം അഭിലാഷിനും വരില്ലേ? പല ആൾക്കാരും രാഹുലിനെതിരെ നിന്നവർ തന്നെ എന്തേ പരാതി ഇല്ലാത്തത്? ഇത് സത്യമാണെങ്കിൽ പോലും ഒരാൾക്ക് നീതി എന്ന് പറയുന്നത് പരാതി വരും. ഒരു പാർട്ടിക്ക് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ചിലപ്പോൾ രേഖാമൂലം പരാതി നൽകണം എന്നില്ല. പക്ഷേ അവർ ഉത്തമ വിശ്വാസത്തിൽ നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പാർട്ടിക്ക് വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അതെ, അങ്ങനെ പാർട്ടിക്ക് ബോധ്യം വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒരു നിലപാട് സ്വീകരിച്ചത്. അല്ലാതെ രാഹുലിനോടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ. അഭിലാഷിന്റെ ചോദ്യം വളരെ ശരിയാണ്. എപ്പോൾ ഞങ്ങൾ ഒരു നടപടിയും എടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്, ഞങ്ങൾ നിയമത്തിന് വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ 3 മാസം കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരുന്നത്? പകരം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയാണ്, കടലിളകി വന്നാൽ പോലും ഞങ്ങളുടെ ബോധ്യത്തിലെടുത്ത തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറയുന്നൊരു പാർട്ടിയെ നോക്കി ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിഷ്പക്ഷതയാണ് ജനങ്ങളുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് മാധ്യമങ്ങളുടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. ശരി. എന്തായാലും പാലക്കാട് കടലില്ലാത്ത ജില്ല ആയതുകൊണ്ടാണോ രാഹുലിന് അവിടെ നിർബാധം പ്രവർത്തിക്കാൻ കഴിച്ചതെന്ന് സംശയം ചിലപ്പോൾ നാട്ടുകാർക്ക് വരാം. അതൊക്കെ ഞാനും നാട്ടുകാർക്ക് ഇവിടെയാണ്. പക്ഷേ ജെയ്സി തോമസ്, ഞങ്ങൾ പാർട്ടിയുടെ രക്ഷകർതൃത്വം ഉപേക്ഷിച്ചതാണ്, ഞങ്ങൾ സംഘടനാപരമായ നടപടികൾ എടുത്ത് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പരാതി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പരാതി വന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇത്രയും ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിനപ്പുറത്തെന്ത്? തീർച്ചയായിട്ടും സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു മഹാഭൂരിപക്ഷം വരുന്ന മാന്യന്മാരായിട്ടുള്ള കോൺഗ്രസുകാർക്ക് ഉൾപ്പെടെ നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വിധിക്കപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ സത്യസന്ധമായും അദ്ദേഹത്തോട് സഹതാപം തോന്നാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പേരെടുത്ത് പോലും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു പരാമർശത്തിനും ഈ ചർച്ചയിലേക്ക് വഴിതിരിച്ച് വിടണമെന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇമാതിരി ഒരു ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടിനെ ന്യായീകരിക്കാൻ അങ്ങന്നല്ല ലോകത്തിലെ ഏത് ഉന്നതനായ കോൺഗ്രസ് നേതാവ് വന്നാലും അവരോടൊക്കെ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ സമീപനം എന്തായിരിക്കും? അപ്പൊ അങ്ങ് വേറെ 100,000 കാര്യങ്ങൾ പറഞ്ഞു.
ഏതോ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM-ന്റെ പ്രതിയില്ലേ, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ലേ, അല്ലെങ്കിൽ മറ്റു ചില പേരുകളില്ലേ? ഞാൻ പറഞ്ഞത്, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രതികളെ മത്സരിപ്പിച്ച അനുഭവം തിരിച്ചുണ്ട്. വേണമെങ്കിൽ ആ പേരുകാരന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ വാദത്തെ കണ്ടിക്കാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്താണ്? കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വിലയില്ല നിങ്ങളെ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക്, നിങ്ങൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾക്ക്. ഇവിടെ സംഭവിച്ചത് എന്താണ്? അൺയൂഷ്വൽ ആൻഡ് അൺപ്രീസിഡന്റഡ് എന്ന് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറയും. എന്റെ പരിമിതമായ അറിവിലും ചരിത്രബോധത്തിലും കേരളത്തിലെ ഒരു സാംസ്കാരിക മത സാമുദായിക രാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തും അതിന്റെ ഏറ്റവും പ്രാഥമിക ഘടകം മുതൽ ഉന്നത ഘടകം വരെ എവിടെയും ഇമാതിരി ഒരു ആഗോള മാന്യൻ, നിങ്ങൾ പൂവിട്ട് പൂജിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ മുഖമായി, യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി കേരളത്തിലെ എല്ലായിടങ്ങളിലും നിങ്ങൾ ആഘോഷിച്ച് കൊണ്ടു നടന്നിട്ടുള്ള ഇമാതിരി ഒരു ആഗോള മാന്യൻ കോൺഗ്രസിന് ഇതേപോലെ ലഭിക്കാനില്ല. ഒരാൾ പോലും ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്നുമില്ല. കാരണം എന്താണ്? ഇതിന് ചരിത്രത്തിൽ സമീകരണങ്ങളില്ല, ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല. ആരെ നിങ്ങൾ കൂട്ടുപിടിച്ചാലും, ഏതു ജനപ്രതിനിധിയെയും ഏത് വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനയിലും നിങ്ങളുടെ സംഘടനയിലും പെട്ട ആരെയും ചേർത്ത് സമീകരിക്കാൻ ശ്രമിച്ചാലും ആ സമീകരണങ്ങളൊന്നും ഒത്തുപോവില്ല. എക്ലിപ്റ്റിക്കൽ പ്രത്യയശാസ്ത്രം തിയറി പഠിക്കുമ്പോൾ, ഫിലോസഫിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ദാർശനിക വാചകമുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? ഒരിക്കലും പരസ്പരം ചേരാൻ സാധ്യതയില്ലാത്ത രണ്ടു കാര്യങ്ങളെ തള്ളി പഴിപ്പിച്ച് ചേർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെ വെച്ച് സമീകരിക്കാനാ ശ്രമിക്കുന്നത്? ഏതോ കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് വർഷം ശിക്ഷ ലഭിക്കപ്പെട്ട ഒരാളും ലോകത്ത് സ്ത്രീവസ്ത്രം ചുറ്റിയ സകല സ്ത്രീകളോടും അധമമായി പെരുമാറുന്ന ഒരു ആഗോള മാന്യനും തമ്മിൽ എന്തു ബന്ധം, എന്ത് സമീകരണം, എന്തു താരതമ്യം? അങ്ങേക്ക് പോലും മനസ്സിലാകുന്നില്ലേ? ഇത് വീക്ക് ആരുടെ മാസികയാണ്? മലയാള മനോരമയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന മാസികയല്ലേ? എന്തായിരുന്നു വീക്ക് അല്പമാസങ്ങൾക്ക് പുറകിൽ എഴുതിയത്? കംപ്ലൈന്റ് ഇൻക്ലൂഡ്സ് ദ ഡോക്ടർ ഓഫ് എ ഫോമർ കോൺഗ്രസ് MP. അങ്ങ് പേടിക്കണ്ട, കേരളത്തിലെ പ്രേക്ഷക സമൂഹമേ, നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. ഞാൻ ആ MP-യുടെ പേരെടുത്ത് പറയില്ല. ആ MP-യുടെ മകള്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ആരായിരുന്നു? കേരളത്തിലെ മുൻ കോൺഗ്രസ് MP-യുടെ മകൾ മലയാള മനോരമയുടെ ഇത് വീക്ക് വാർത്ത കൊടുത്ത് AICC-ക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് കരയേണ്ട വന്ന ആ MP-യും അദ്ദേഹത്തിന്റെ മകളും ആര്? അവരുടെ ജില്ല ഏത്? ഞാൻ പറയില്ല. പക്ഷെ അങ്ങ് മനസ്സിലാക്കണ്ടേ, അങ്ങയുടെ കൂടെ കൊടി പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഈ മുൻ MP ഉൾപ്പെടെയുള്ളവരുടെ എത്ര വീടുകളിൽ കയറി ഈ ആഗോള അലവലാതി വൃത്തികേടുകൾ കാണിച്ചു? എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്നു, എന്നിട്ട് അതിനെയൊക്കെ നല്ലതെന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. കേരളത്തിൽ പ്രഥമ സ്ഥാനം മാർക്ക് റേറ്റിംഗിൽ അവകാശപ്പെടുന്ന എത്ര മാധ്യമ പ്രവർത്തകമാർ, വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ചാനലിൽപ്പെട്ട എത്ര മാധ്യമ പ്രവർത്തകമാർ, അവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ? അതിന്റെയൊക്കെ പരാതി കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും അച്ചടിച്ച പരാതികളായി വന്നിട്ടില്ലേ? എന്നിട്ട് ഒരു പരാതിയോ ഒരു പ്രശ്നമോ? ഞാൻ ആവർത്തിക്കട്ടെ, കോൺഗ്രസ് നേതാവ്, നിങ്ങൾ ഒരു സംഘടനാ നടപടി എടുക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊരു അലങ്കാരമായി ഇദ്ദേഹത്തെ കൊണ്ടു നടക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ദിവസം അപൂർവ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. തുറവൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, പേര് ആന്റണി തോമസ്. ആ ആന്റണി തോമസ് അന്തസ്സുള്ള നല്ല കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ഇന്നത്തെ ദിവസം അയാൾ ഒരു കാര്യം ചെയ്തു. ഇന്ന് കോൺഗ്രസിന്റെ ബഹുമാനിയായ പ്രതിനിധി ന്യായീകരിക്കാൻ എത്തിയിട്ടുള്ള ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടും അയാളും ഒപ്പം ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ് ചിത്രം വെച്ചിട്ടാണ് അല്പ ആഴ്ചകൾക്ക് പുറകിൽ വരെ അയാൾ വോട്ട് തേടിയത്. ഇന്ന് ആ 15-ാം വാർഡിൽ നിന്ന് ആ ചിത്രം അദ്ദേഹം വലിച്ചു കീറിക്കളഞ്ഞു. കാരണം എന്താണ്? അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാന്യനായ രാജു പി നായർ, അങ്ങേക്ക് തുറവൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ മത്സരിക്കുന്ന ആന്റണി തോമസിന്റെ അത്രയെങ്കിലും നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് യാതൊരു വാശിയുമില്ല കേട്ടോ, എനിക്ക് യാതൊരു വാശിയുമില്ല. നിങ്ങൾ MLA രാജിവെപ്പിക്കേണ്ടതില്ല, നിങ്ങൾ അദ്ദേഹത്തെ സംഘടനാ നടപടിയും എടുക്കേണ്ടതില്ല. നിങ്ങൾ അദ്ദേഹത്തെ ഒരു അലങ്കാരമായി കൊണ്ടുവരുന്നത് 140 മണ്ഡലങ്ങളിലും കേരളത്തിന്റെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൊണ്ടു നടന്ന് വോട്ട് ചോദിക്കണം. അതാണ് എന്റെ അഭിപ്രായം. കോൺഗ്രസ് അങ്ങ് തഴച്ച് വളരട്ടെ, ജനങ്ങൾ തിരിച്ചറിയട്ടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഔന്നത്യമെന്ന് മഹത്വമെന്ന്. ശ്രീ ശങ്കുട്ടിദാസ്, മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. താങ്കൾ ഒരുപക്ഷെ ഹർജി കണ്ടിട്ടുണ്ടാവും. രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ ബന്ധം ഉഭയകക്ഷി ബന്ധമായിരുന്നു, ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നു. അതിൽ റേപ്പ് ആരോപിക്കാൻ കഴിയില്ല. എന്റെ ചോദ്യം പക്ഷേ അതല്ല. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസും BJP-യും കൂടി, CPM-ഉം BJP-യും കൂടി ചേർന്ന്
ഉള്ള രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആരോപണം എന്നുള്ളതാണ് വാദം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് മറ്റു തരത്തിൽ ചില കാര്യങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന ആരോപണം ഇനിയിപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചാൽ അത് നിലനിൽക്കുമോ? ഒരു കാരണവശാലും നിലനിൽക്കില്ല. നോക്കൂ, ഇതിൽ പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യവും പൊതുരംഗത്ത് നിൽക്കുന്ന നമുക്കറിയുന്ന കാര്യവുമുണ്ട്. അങ്ങേക്കും എനിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിലെ സാധാരണ ആളുകൾക്ക് അറിയുന്നതിനേക്കാൾ കുറെ കൂടി കാര്യങ്ങൾ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അറിയെങ്കിൽ ഇത് ഒരൊറ്റ കേസല്ലെന്നും ഇതിലൊരു വിക്ടിം അല്ലെന്നും നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, ആദ്യഘട്ടത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡിഫൻസ് എന്തായിരുന്നു? എനിക്കെതിരെ കേവലമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ഇല്ല, ഒരു പരാതി ഇല്ല എന്നുള്ളതായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഒരു പരാതിക്കാരി വരികയാണ്, ആ പരാതിക്കാരിയുടെ ശബ്ദം പുറത്തു വരികയാണ്. ആ ശബ്ദത്തെ നിഷേധിക്കാൻ അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഇതെൻ്റെ ശബ്ദമല്ല എന്നൊരു മാധ്യമത്തിനും മുന്നിൽ അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. അവിടെ അദ്ദേഹം പറയുന്നത് നിയമപ്രകാരം, ഇന്ത്യയിലെ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന വാദം പറയുന്നു. ആ ഘട്ടത്തിലും ചില ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അതിനുശേഷം ഇതേ ഇപ്പോൾ പരാതിക്കാരി മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ഈ പരാതിക്കാരിനെ നെഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുന്നുണ്ടോ? ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ ആരോപണം ഉന്നയിച്ചത് ഈ പരാതിക്കാരിയല്ല, റിനി ആൻ ജോർജ് എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സിനിമാ താരവും മാധ്യമപ്രവർത്തകയാണ്. അവർ പറഞ്ഞത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുമായിട്ടുള്ള വന്നതും ഈ പറയുന്ന പെൺകുട്ടിയല്ല, അത് ഹണി ഭാസ്കർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു പെൺകുട്ടി തനിക്ക് ഇൻബോക്സിൽ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ദിവസം വരെ എൻ്റെ അറിവിൽ 6 or 7 ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ശ്രീ ജെയ്സി തോമസ് കഴിഞ്ഞ തവണ ഉന്നയിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ MP-യുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയുണ്ട്. അതിൽ ആ കോൺഗ്രസിൻ്റെ MP തന്നെ AICCക്ക് കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന 2-3 നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. ഈ പെൺകുട്ടിക്ക് പുറമേ തന്നെ മറ്റ് 2 മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റ് 2 പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. അതായത് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഇദ്ദേഹം ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റുള്ള ആളാണെന്നുള്ളതാണ്. അതല്ലാതെ ഒരു തെറ്റായി പോയിട്ടുള്ള ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ പിന്നീട് തമ്മിൽ പിരിഞ്ഞതിന് ശേഷം കലഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമോ ഒന്നുമല്ല ഇത്. ഇദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രിഡേറ്ററി നേച്ചറുള്ള ഒരു പ്രത്യേക വൾണറബിലിറ്റി കൈൻഡിൽ വരുന്ന പെൺകുട്ടികളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള മൊഡസ് ഒപ്പറാൻഡിയോട് കൂടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് അവരെ ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിന് ഉപയോഗിച്ചതിന് ശേഷം അവരെ നിഷ്കരണം തള്ളിക്കളയുന്ന, അവരെ ഗർഭിണിയാക്കുക, ബോധപൂർവം ഗർഭിണിയാക്കുകയും പിന്നീട് അതിനുശേഷം അത് ഗർഭഛിദ്രം നടത്തിക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളാണെന്നുള്ളതാണ്. അതിലത്തെ ഒരു പരാതിക്കാരി അവസാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയും കാലത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഴ്ത്തുപാട്ടുകളും അദ്ദേഹത്തെ വിശുദ്ധനാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ കൊണ്ട് താൻ വല്ലാതെ ആക്രമിക്കപ്പെടുകയാണെന്ന് തോന്നിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി പുറത്തു വന്നിരിക്കുന്നു. ഈ പെൺകുട്ടിയെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ പെൺകുട്ടി ആരുടെ ഏജന്റാണെന്ന് പറഞ്ഞ് ഇവരുടെ വിശ്വാസ്യത തകർക്കുന്നതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. പിന്നീട് രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഞാൻ വായിച്ചിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല, നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല, വാസ്തവവിരുദ്ധം പോലുമാണ്. അദ്ദേഹം പറയുന്നത് എന്താ, ജനം TV-യിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്, ജനം TV-യുടെ നിർബന്ധപ്രകാരമാണ് ഈ മാധ്യമപ്രവർത്തക ഈ പരാതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത് വസ്തുതാവിരുദ്ധമാണെന്നുള്ളത് അങ്ങേക്കും എനിക്കും അറിയാമല്ലോ. കാരണം ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഈ മാധ്യമപ്രവർത്തകർ ജനം TV-യിലല്ല ജോലി ചെയ്തിരുന്നത്, അവർ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനത്തിന്റെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. ആളുകൾ 2 സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാരാണെന്ന് വെച്ച് കണ്ടുപിടിക്കാതിരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങേക്കും അറിയാലോ, ഈ സംഭവം നടക്കുന്ന സമയത്ത് അവർ ജോലി ചെയ്തിരുന്നത് ജനം ചാനലിലല്ല, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ഇത് CPM-ഉം BJP-യും കൂടിയിട്ട് ബോധപൂർവ്വം കൊണ്ടുവന്നിട്ടുള്ള ആരോപണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള റിനി എന്ന് പറയുന്ന പെൺകുട്ടി കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ലേ. അവർ VD സതീശൻ തന്റെ പിതൃതുല്യനാണെന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ, അദ്ദേഹത്തിന്റെ ഫാമിലി ഫ്രണ്ട് അല്ലേ. അപ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്ത് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള KSU നേതാക്കന്മാരെല്ലാവരും BJP-യുടെ ഏജന്റുകളാണോ? രാഹുൽ മാങ്കൂട്ടം സമാനമായിട്ടുള്ള എത്രയോ സംഭവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ള നേതാക്കന്മാർ, ഇയാളെ പോലെയുള്ള ആളുകളെ ഭയന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള പെൺകുട്ടിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഇവരെല്ലാവരും BJP-യുടെയും CPM-ൻ്റെയും ഏജന്റുമാരാണോ? അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറയുന്ന ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഡിഫൻസ് എന്ന് പറയുന്നത്, ഈ
പെൺകുട്ടി വിവാഹിതയാണെന്നും വിവാഹിതയായതിനു ശേഷം കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ ഏർപ്പെട്ടതെന്നും അതുകൊണ്ട് ഗർഭം തൻ്റേതല്ല ഭർത്താവിൻ്റേതാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ജാമ്യ ഹർജിയിലെ മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യത്തോട് കോൺട്രഡിക്ടറിയാണ്. കാരണം അദ്ദേഹം പറയുന്നു ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു, ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു, അവരുടെ കഥകൾ തന്നോട് പറഞ്ഞതിൻ്റെ സിമ്പതിയിൽ നിന്നാണ് താൻ ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഭർത്താവുമായിട്ട് നല്ല റിലേഷനിലല്ലെന്നും പിരിഞ്ഞു നിൽക്കുകയാണെന്നും ആ അവസരമാണ് താൻ ഉപയോഗിച്ചതെന്നും പറയുകയും പിന്നീട് അവർ ഗർഭിണിയായപ്പോൾ ഇയാൾ വാട്സപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്ന് പറയുന്നത്, എന്നെ എനിക്ക് ഗർഭിണിയാക്കണം എന്ന് പറയുന്നതിൻ്റെയും പിന്നീട് ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതിൻ്റെ ശബ്ദ സന്ദേശം, അതിൽ അവരെ അസഭ്യം പോലും പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അപ്പോൾ ഗർഭിണിയായെന്നും ഗർഭചിത്രം നടത്തിച്ചെന്നും ഈ മരുന്ന് കൊണ്ടേ കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരാളാണെന്നും ഇതിനുശേഷം ഈ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്താണ് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ മരുന്ന് തന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന കുറ്റത്തിൽ നിന്ന് ഇയാൾക്ക് എങ്ങനെ ഒഴിവാൻ കഴിയുക? ഇനി അവർ വിവാഹിതയാണെങ്കിൽ ഇയാൾക്കെതിരെ BNS സെക്ഷൻ 84 കൂടി നിലനിൽക്കും. വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീയോട് വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി എൻറ്റൈസ് ചെയ്യുന്നത് BNS സെക്ഷൻ 84 പ്രകാരം ക്രിമിനൽ കുറ്റമാണ്, 2 വർഷം തടവ് കിട്ടുന്ന കുറ്റമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം ഇവർ വിവാഹിതയാണ് എന്നതാണെങ്കിൽ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഇല്ലിസിറ്റ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അധാർമികമല്ലേ? ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം യോജിച്ചിട്ടുള്ള പ്രവർത്തനമാണോ? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ഒരു രക്ഷകനായിട്ട് അവതരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് അവരെ ഇങ്ങനെ ഗർഭിണിയാക്കുകയും ഗർഭചിത്രം ചെയ്യിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചിട്ടുള്ള പെരുമാറ്റമാണ്. അപ്പോൾ BNS സെക്ഷൻ 89 നിർബന്ധിത ഗർഭചിത്രം എന്ന് പറയുന്ന വകുപ്പ് അദ്ദേഹത്തിനെതിരെ നിലനിൽക്കും. സെക്ഷൻ 84 കൂടി അധികമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ശരി, ഓക്കെ. ശ്രീ സുഭാഷ് ബാബു, ആരോപണങ്ങൾ പലതുണ്ട്, പക്ഷെ ഒഫീഷ്യലായിട്ട് വന്ന കംപ്ലൈന്റ് ഒന്നാണ്, ഒരു വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ BNS 89 നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ BNS 64 അതായത് റേപ്പ്, അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള റേപ്പ്, BNS 64H തുടങ്ങിയവയൊക്കെ നിലനിൽക്കുമോ? ഇപ്പോൾ ഈ വിവിധ കമ്മ്യൂണിക്കേഷൻസ്, വാട്സാപ്പിലുള്ള ചാറ്റ്, അതുപോലെ തന്നെ ഇവരുടെ കോൾ റെക്കോർഡ്സ് ഒക്കെ ഇതിനോടൊക്കെ തന്നെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ അത് കൺസെൻഷ്വൽ ആണ് എന്ന നിലയിൽ ആണ് നമുക്കൊക്കെ തോന്നുന്നത്. ആ കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് സ്വാഭാവികമായും വാദിക്കാം. അതൊരു യഥാർത്ഥത്തിലുള്ള കൺസെന്റ് ആയിരുന്നില്ല, മറിച്ച് മാനിപ്പുലേഷൻ വഴി നേടിയ കൺസെന്റ് ആയിരുന്നു എന്ന് സ്ട്രോങ് ആയി വാദിക്കാം. എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു അതല്ലാത്ത നിലയ്ക്കുള്ള റേപ്പായിരുന്നു എന്ന പോലീസിന്റെ FIRലെ ആ വാചകങ്ങൾ അത് ഇനി കേസിലേക്ക് പോകുമ്പോൾ അത് അതേപടി സ്റ്റാൻഡ് ചെയ്യുമോ? താൽക്കാലികമായിട്ട് ഇപ്പം കേസെടുത്തതിനകത്തുള്ള ഒരു ന്യൂനത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് പരാതികൾ ഉണ്ടാകുന്നത്. ആ പരാതികൾ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിന് ആളെ അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാതെ ഒരു സുവമോട്ടോ കേസെടുത്തതിന് വ്യാപകമായിട്ട് പോലീസ് പ്രചാരണം കൊടുത്തു. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സാധാരണ ഇല്ലാത്ത മാതിരി ഒരുപാട് പ്രചാരണം നടത്തി, ഒരുപാട് അന്വേഷണം നടത്തിയിട്ടൊന്നും അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ആരെയും കിട്ടിയില്ല. പരാതി ആരെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഈ കുറ്റങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പോലീസിനെ സംബന്ധിച്ചുള്ള അവർ കേസെടുത്തിട്ട് കുറേ ആളുകളെ ചോദ്യം ചെയ്തു, കുറേ ശ്രമങ്ങളൊക്കെ നടത്തി അങ്ങനെ ഇരുത്തിയിരുന്ന അവസരത്തിലാണ് ഈ പറയുന്ന ശബ്ദശകലങ്ങൾ പോലും ഇവിടെ ചർച്ചാ വിഷയമായിട്ട് വന്ന് അതും പൊതുസമൂഹത്തിൽ വന്നതിന് ശേഷം അതിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ വന്നിട്ട് മാസങ്ങൾക്ക് ശേഷം 3 മാസത്തിന് ശേഷം വന്നിട്ട് അതിനൊരു പരാതി കൊണ്ട് കൊടുത്താൽ ആ പരാതി മറ്റേ ഇതിനകത്ത് പ്രതിവാദ്യ വിഷയമായതുകൊണ്ട് അതിലോട്ട് തന്നെ ജോയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്താൽ പോലീസിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് വരുമെന്നുള്ള രീതിയിൽ അത് മാറ്റിവെച്ചതിന് ശേഷം പുതിയൊരു FIR അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു തകരാറ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, നിയമപരമായ ഒരു വൈഷമ്യം അതിനകത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അടുത്ത കാലത്ത് ഒരു 4 പ്രധാനപ്പെട്ട വിധിയുണ്ടായിരുന്നു. ആ വിധിയിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വിവാഹിതയായ ഒരു സ്ത്രീ, പുരുഷനാണ് വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയെ ബന്ധപ്പെട്ടത് അതേമാതിരി വ്യാമോഹിപ്പിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്തതിന് ശേഷം അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു, അതിനുശേഷം വരുന്നതാണ് റേപ്പ് നിൽക്കുന്നത്. നേരെ മറിച്ച് വിവാഹിതയായി ഭർത്തൃസംവേദനമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അവരെ ഒരു ആളുമായിട്ട് ബന്ധപ്പെടുകയും, അതായത് അതിന് വിവാഹത്തിന് പുറത്തൊരാളുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം അവരെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നേരിട്ടറിയാം.
അവർക്ക് ഒരു നാഥനമുണ്ട്. ആ അവസരത്തിൽ അവർ വേറെ ആളുകളെ തേടിപ്പോകുന്നു. അങ്ങനെ തേടിപ്പോയിട്ട് അവർ തമ്മിലുള്ള ഐക്യം, അല്ലെ മാനസികമായ അടുപ്പം, അല്ലെ ശാരീരികമായ ബന്ധത്തിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടാകുക, അല്ലെ സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ ബന്ധം ഉണ്ടാകുമ്പോൾ അത് തെറ്റിയതിന് ശേഷം അതിൻ്റെ പേരിൽ ഞാൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി യാതൊരു രീതിയിലും നിൽക്കില്ല. അത് റേപ്പ് എന്നതിൻ്റെ പരിധിക്ക് പുറത്താണ്. അതുകൊണ്ട് അങ്ങനെ വരുന്ന കേസുകളൊന്നും കാര്യമായിട്ട് ഇനിയും കോടതിയിൽ ഒരു കോടതിയും എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ജഡ്ജ്മെൻ്റൊക്കെ ഉള്ളത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഏതാണ് വിവാഹിതയാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതെന്തായാലും ശരി, അത് പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് നിൽക്കും. അത് കോടതി അത് നിഷേധിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗർഭഛിദ്രം, പിന്നെ വീട്ടിൽ അതിക്രമിച്ച് കടന്നു ഒരാളെ അതിക്രമിച്ച് കടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ പരാതി കൊടുക്കണം. ഈ പറയുന്നത് ആവർത്തിച്ച് 3 സ്ഥലത്ത്, അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ, അത് ഒന്ന് പാലക്കാടാണെങ്കിലും ഒന്ന് തിരുവനന്തപുരത്താണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ പരാതി കൊടുത്ത വ്യക്തി അവിടെ എത്തുന്നു. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ തെളിവ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ എന്തായെന്ന് തെളിയിച്ചു കൊണ്ടുവരാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ദുഷ്കരമായ ഒരു അന്വേഷണമാണ് പോലീസ് ഇത് വളരെ ബുദ്ധിമുട്ടും. ഈ കേസിലെ തെളിവ് ശേഖരണം എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ളതാണ്. പിന്നെ ഈ ഗർഭഛിദ്രം എന്ന് പറയുന്നത്, ഗർഭഛിദ്രം എന്ന് പറഞ്ഞാൽ ഗർഭത്തിനാൾ ഈ രാഹുൽ അയാൾ സ്വഭാവദൂഷ്യമുള്ള ആളാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അയാൾ ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. അതെൻ്റെ ശബ്ദമല്ലെന്നോ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. കാരണം മിണ്ടിയാൽ കൂടുതൽ ആപ്പിൽ ആകും എന്നുള്ള ഭയം കൊണ്ടാണ്. ഒരു കേസ് വന്നുകൊണ്ട് ഇനിയും ചിലപ്പോൾ ആ കേസുകൾ വരാൻ സാധ്യതയുണ്ടില്ല എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗർഭത്തിൻ്റെ ഉടമ ഇയാളാണെന്ന് കാണണമെങ്കിൽ ഈ ഗർഭത്തിലുണ്ടായിരുന്ന ഭ്രൂണം പിന്നെ അബോർട്ട് ചെയ്ത് കളയുന്ന അവസരത്തിൽ മെഡിക്കൽ ടെർമിനേഷൻ നടത്തുന്ന അവസരത്തിൽ ആ ഭ്രൂണം ഇതുവരെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ഈ ഗർഭത്തിന് ബന്ധം എങ്ങനെ തെളിയിക്കാൻ പറ്റും? അപ്പം ഗർഭഛിദ്രം അദ്ദേഹം വാക്കാൽ പറഞ്ഞിട്ട് ഗർഭഛിദ്രം നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഗർഭമുണ്ടാക്കി എന്നുള്ളതിന് എന്ത് തെളിവാണെന്നല്ലേ സാധാരണ പ്രതിയായ വ്യക്തി ചോദിക്കാനുള്ള സാധ്യത. അതായിരിക്കും മിക്കവാറും ഇപ്പോൾ ബെയിൽ ആപ്ലിക്കേഷനിൽ വരുന്നത്. പിന്നെ ഈ ചാറ്റ് മാത്രം വെച്ചിട്ട് ആരെയെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന തെളിവ് വെച്ച് പോലീസിന് മുന്നോട്ട് പോകാം. പെട്ടെന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമായ തെളിവിൻ്റെ സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്യുക. ഫർദറായിട്ട് അന്വേഷിക്കുന്ന അവസരത്തിൽ തെളിവിൻ്റെ ആ ബാഹുല്യം അല്ലെങ്കിൽ തെളിവിൻ്റെ ഗൗരവം അനുസരിച്ച് അല്ലെങ്കിൽ അഭാവമുണ്ടെങ്കിൽ അതനുസരിച്ച് പോലീസിന് കേസുകൾ ഡിസ്പോസ് ചെയ്യാം. തീർച്ചയായും പോലീസിന് ഇത് വളരെ ചലഞ്ചിങ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റേപ്പ് എന്ന ചാർജ് പ്രത്യേകിച്ച് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. പക്ഷേ നിരവധി മറ്റ് ആംഗിളുകളുണ്ട്. ധാർമ്മികമായ പ്രശ്നം അതിനേക്കാളുണ്ട്. ഈ കൺസെന്റ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടേറെ വിവരങ്ങൾ ഇതിനോടകം പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകുമാർ, ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമപരമായ വിഷയങ്ങൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം ഒന്ന് നോക്കൂ. ഇന്ന് അതിരൂക്ഷമായ ഭാഷയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തുന്നതും രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഹീനമായ സ്വന്തം പാർട്ടിക്കാരെ അടക്കം അപകീർത്തിപ്പെടുത്താനുള്ള PR വർക്കാണ് എന്ന് തുറന്നടിക്കുന്നതും കണ്ടു. നമ്മൾ നാറുന്നവനെ പേർന്നതിനെതിരെ പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടു. കേരളത്തിലൊരു പ്രധാനപ്പെട്ട MP കോൺഗ്രസ് നേതാവ് ഇന്ന് ഹോർത്തൂസ് പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുന്നത് നമ്മൾ കേട്ടു. ഈ കുറ്റകൃത്യത്തെ അവർ തള്ളിപ്പറയുന്നു മാത്രമല്ല ഇതിനേക്കാൾ ശക്തമായ നടപടി വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് രമേശ് പറയുന്നു. കടൽ ഇളകി വന്നാലും ഈ വിഷയത്തിലെ നിലപാട് മാറില്ല എന്ന് സതീശൻ പറയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും കോൺഗ്രസിന്റെ നിലപാട് ഇതാണെന്ന്. അതേസമയം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് സർവ്വശക്തിയും എടുത്ത് ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കെണിയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ശബരിമല വിഷയം മായ്ക്കാനുള്ള തന്ത്രമാണെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പലപ്പോഴും എനിക്കടക്കമെതിരെ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് ന്യായീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ പോലും ഡിഫെൻഡ് ചെയ്യാത്തവണ്ണം UDF കൺവീനർ ഇറങ്ങി നിന്ന് ഇത് UDF കൺവീനറായി തന്നെ പറയുകയാണെന്ന് പറഞ്ഞ് രാഹുലിനെ ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു. MM ഹസൻ ഇതേ വാചകങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPMന്റെ സ്റ്റണ്ടാണ് എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് എത്ര നിലപാടുണ്ട് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ അഭിലാഷേ, ഇതിൽ 2 കാര്യങ്ങളാണല്ലോ. ഒരു രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ട് അതിലത്തെ രാഷ്ട്രീയമാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അന്തിമ വിശകലനത്തിൽ നോക്കിയാൽ അത് എത്തുന്നതും രാഷ്ട്രീയത്തിലേക്കാണ്. കാരണം CPM ആയാലും BJP ആയാലും അവർക്കൊക്കെ ഇങ്ങനെ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പാർട്ടിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് മറിച്ച് ചോദിക്കുന്നത്.
അപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കാണാത്തൊരു പ്രവണത ഇതിൽ വന്നിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ആ യൂത്ത് കോൺഗ്രസ് നേതാവ് സാധാരണ കോൺഗ്രസിൽ എന്തെങ്കിലുമൊക്കെ ഒരു അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ ആ നേതാവ് പിന്നെ ചിലപ്പോൾ അപ്രത്യക്ഷനായി പോകും, കാരണം വെച്ചാൽ ആ രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതായി പോകും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് ഒരു പക്ഷേ ഈ മാറിയ കാലത്തുള്ള യുവജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കാം, സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടായിരിക്കാം. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പോകണമെന്ന് പറഞ്ഞില്ല. പറഞ്ഞത് DYFIക്കാരും BJPക്കാരുമാണ്. അത് അവരുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇങ്ങനെ നിരന്തരം അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചവർക്ക് തിരിച്ച് വോട്ട് ചോദിക്കുന്നു എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നു. അത് ആ ഒരു രാഷ്ട്രീയം കേരളത്തിൽ പരിചിതമായ രാഷ്ട്രീയമല്ല കോൺഗ്രസ്സിൽ. കാരണം കോൺഗ്രസ്സിലൊക്കെ മുൻകാലങ്ങളിൽ ഇങ്ങനെ നടപടിയെടുത്തവരൊക്കെ പിന്നീട് തിരിച്ചു വന്ന വർഷങ്ങൾക്കൊക്കെ ശേഷമാണ്. വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ CPMൻ്റെ ചില നിലപാടുകളുണ്ട്. അതാണ് ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണം. ഇത്തരം വിഷയം വരുമ്പോഴേ CPMൻ്റെ രണ്ട് നിലപാടാണ്. ഒന്ന്, അവർക്ക് അവരുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നയം. രണ്ട്, പാർട്ടിക്ക് പുറത്തുള്ളവരെ എതിർക്കാനുള്ള മറ്റൊരു നയം. ഈ ഒരു രണ്ട് ഇരട്ടനയം അവർ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിലെ നേതാക്കൾ പല അഭിപ്രായങ്ങൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്തിമമായിട്ട് CPMൻ്റെ ഉദ്ദേശം എന്താണ്? കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതോ കേരളത്തിലെ സമൂഹത്തെയാണോ? കോൺഗ്രസിന് ബോധ്യമുള്ള പരാതിയാണല്ലോ. CPM എന്ത് നിലപാടെടുക്കട്ടെ, BJP എന്ത് നിലപാടെടുക്കട്ടെ, പക്ഷെ കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ടത് സമൂഹത്തെ അല്ലേ? അല്ല, അത് അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ വിഷയം കൊണ്ടു നടക്കുന്ന CPM ആണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹം ചോദിക്കുന്നത് CPMന് ഈ വിഷയം ചർച്ച ചെയ്യാൻ എന്താണ് ഒരു അവകാശം? കാരണം CPMന് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടായൊരു പാർട്ടിയല്ലേ. അപ്പോൾ അവർക്കിതൊരു രാഷ്ട്രീയ ആയുധമാക്കി അവർ മാറ്റുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധം അവരെടുക്കുമ്പോൾ ആ ആയുധം വീശുമ്പോഴാണ് പുരോഗമനം എന്നൊരു ചിന്ത, ഒരു സന്ദേശം അവർ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കളെ പുരോഗമനത്തിൻ്റെ ആ ഒരു കുപ്പായം എടുത്ത് അണിയാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. CPM 2-3 ആയുധമുണ്ട്. ഒന്ന്, അശ്ലീല ഒരു രാഷ്ട്രീയ ആയുധം അവരാക്കാറുണ്ട്. നുണ ഒരു രാഷ്ട്രീയ ആയുധം അവരാക്കാറുണ്ട്. പരിഹാസം രാഷ്ട്രീയ ആയുധം ആക്കാറുണ്ട്. ഈ ആയുധങ്ങൾ കണ്ടിട്ട് അതിൻ്റെ തിളക്കത്തിലേക്ക് ഒരു പുരോഗമനം ഉണ്ട് എന്ന രീതിയിലൊന്നും കണ്ടിട്ട് കോൺഗ്രസ്സുകാർ പോകരുത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് 2 ആഴ്ചയേ ഉള്ളൂ. ആ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ കേസ് ഇപ്പം പരാതിയായിട്ട് വന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ടുണ്ട് പരാതി കൊടുത്തു. ആ പരാതി പെട്ടെന്ന് അന്വേഷണം നടക്കുന്നു. അതൊരു വേറെ വിഷയമാണ്, നിയമപരമാണ്. അങ്ങനത്തെ ഒരു സംഭവം, ഒരു ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോഴേ സാധാരണ ഇതിൽ കോൺഗ്രസ് നേതാക്കൾ അവർ മിണ്ടാതിരിക്കണം. കാരണം എന്താ വെച്ചാൽ അവിടെ പാവപ്പെട്ട പ്രാദേശിക നേതാവ് ഒരു വാർഡ് മെമ്പറാകാൻ വേണ്ടി കഷ്ടപ്പെടുക. അങ്ങനെ മെമ്പറാകാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ CPM ഉയർത്തുന്ന ആയുധത്തിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കരുത്. അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അത് ഏത് നേതാവാണെങ്കിലും തങ്ങളൊക്കെ നില ഭദ്രമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-4 വർഷത്തേക്കോ അല്ലേ 1 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും, അല്ലെ 3-4 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഏത് നേതാവിനെതിരെ ആണെങ്കിലും ശരി തങ്ങളുടേതായ ഒരു അഭിപ്രായം പറയാം എന്നവർ ചിന്തിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ പാവപ്പെട്ട പ്രാദേശിക നേതാക്കൾക്ക് ഒരു ചിന്തയുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ജയിച്ച് ഒരു പദവിയിലേക്ക് എത്തണം. പിന്നെ അഭിലാഷ്, ഒരു മിനിറ്റ്, ഈ സമൂഹം ഇത് 2 തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ വിഷയം 2 തരത്തിൽ ചർച്ച ചെയ്യുന്ന 2 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ BJP തന്നെ ശങ്കുട്ടിദാസ് പറഞ്ഞതല്ലല്ലോ ഇന്ന് രാവിലെ അവരുടെ നേതാവായിട്ട് ഇപ്പോൾ വന്ന ADGP ശ്രീലേഖ പറഞ്ഞത്. അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ? അത് പാർട്ടി പറഞ്ഞ് തിരുത്തിയുള്ള ശരി, പക്ഷേ എന്തുകൊണ്ട് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു? അതുപോലെ ജയിക്കിൻ്റെ നേതാവുണ്ടല്ലോ ഐഷ പോറ്റി എന്താ പറഞ്ഞത്? കോൺഗ്രസ് നടപടിയെത്തപ്പോൾ എന്താ പറഞ്ഞത്? ഇത്ര തിരക്ക് പിടിച്ച് നടപടിയെടുക്കാൻ പാടില്ല. അപ്പോൾ അതോട് ചർച്ചയാണ്. പിന്നെ ഗോവിന്ദമേഷ് എന്താ പറഞ്ഞത്? കുറ്റാരോപിതൻ. നിസ്സാര കാര്യമാണോ? LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്താ പറഞ്ഞത്? കുറ്റാരോപിതൻ. അത് ആരുടെ കാര്യത്തിലാണ്? അവരുടെ കാര്യത്തിൽ. അപ്പോൾ അവർക്കൊരു പൊതുനയം ഇക്കാര്യത്തിലുണ്ടോ? അപ്പോൾ അവരുടെ കാര്യത്തിൽ കുറ്റാരോപിതൻ. കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപ്പം തന്നെ പ്രതി, അപ്പം തന്നെ ശിക്ഷ, അപ്പം തന്നെ കോടതി. ഇതാണ് സമൂഹം ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രതിക്കൂട്ടി CPM വരും. അതാണ് CPMനെ ചൊടിപ്പിക്കുന്നത്. അതാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പേര് കേട്ട പാർട്ടിയല്ലേ CPM. ഇപ്പം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടു എന്ന പേര് ദോഷം വരുന്നത് കൊണ്ട് മറ്റൊരു വിഷയം വന്നുകൂടായികയില്ലല്ലോ. ഇപ്പോൾ ഒരു പെൺകുട്ടി, അവർക്ക്
വലിയ വ്യഥ നേരിട്ട ഒരു പെൺകുട്ടി അഭിലാഷേ, അവർ പരാതി കൊടുക്കാൻ എടുക്കുന്ന സമയം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പരാതിപ്പെടാം എന്നിപ്പോ ഒരാൾ വിചാരിക്കേണ്ട കാര്യമല്ലോ. ഓക്കെ, ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞ് തീർത്തോട്ടെ, ഒറ്റ മിനിറ്റേ വേണ്ടു, അത് ഒറ്റ മിനിറ്റ് വേണ്ട, 1/2 മിനിറ്റ് മതി. അതായത് ഈ പെൺകുട്ടി പരാതി കൊടുത്തതിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. അഭിലാഷ് വെറുതെ അത് സൂചിപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞത് ഇതിൽ CPM-ന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സമൂഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൽ 2 അഭിപ്രായം ഉയരാൻ കാരണം CPM-ന്റെ ഈ അമിതാവേശമാണ്. അല്ലെങ്കിൽ 2 അഭിപ്രായം ഉയരില്ല. ശരി, ഓക്കെ. ശ്രീ രാജു പി നായർ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടില്ലാത്തത്? ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ VD സതീശൻ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപഹസിക്കപ്പെടുകയോ ആക്ഷേപിക്കപ്പെടുകയോ ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടു. ഇന്നും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒരു അഭിപ്രായം പറയുമ്പോൾ അതേ അഭിപ്രായമല്ല UDF കൺവീനറും മറ്റു ചില നേതാക്കളും ഷെയർ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഒരു ആശയ വ്യക്തതയുടെ പ്രശ്നമുണ്ടോ? അഭിലാഷം, ഞാൻ അതിലേക്ക് എത്താം. അതിന് മുമ്പായിട്ട് ഈ CPM-ഉം BJP-യും സാധാരണ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, ആ സ്റ്റോറി ലൈനിൽ വന്നതിന് ശേഷം അവസാനം ക്ലൈമാക്സ് വരണം. അങ്ങനെയാണല്ലോ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് പോവുക. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇവരുദ്ദേശിക്കുന്ന നാടകത്തിലെ ക്ലൈമാക്സ് എന്താ പറഞ്ഞ് കോൺഗ്രസ് പ്രതിരോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് അവസാനം നാണം കെട്ട് അയാൾ രാജിവെപ്പിക്കുക എന്നുള്ളതിലേക്ക്, അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ളതിലേക്ക് എത്തുന്നതിന് പ്രതീക്ഷിച്ചിരുന്ന ആ സ്റ്റോറി ലൈനിൽ ക്ലൈമാക്സ് ആദ്യമേ ആയിപ്പോയി. പരാതി പോലും ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കി. ഇപ്പോൾ എന്താ വെച്ചാൽ സ്റ്റോറി ലൈൻ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സ്റ്റോറി ലൈൻ ഇവർ രണ്ടുപേരും വിടരുത് എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇപ്പം മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തുകൊണ്ട് ഇനി കോൺഗ്രസിനോട് ചോദ്യങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചോളം ജേർണലിസം അതാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള ജേർണലിസം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കഥകൾക്കൊക്കെ പറയാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ എനിക്ക് ഏതാണ്ട് ആരോ പോസ്റ്റർ വലിച്ചു കീറി എന്നൊക്കെ പറയാം. എനിക്ക് കൃത്യമായിട്ട് ആ കഥ മനസ്സിലായില്ല, കാരണം അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. ആരുടെ പോസ്റ്റർ കീറിയത് മനസ്സിലായില്ല. പക്ഷെ ഞാൻ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന പോസ്റ്റർ സ്ഥാനാർത്ഥി വേണ്ടെന്ന് വെച്ചു. നല്ല കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ധാർമ്മികമായിട്ടുള്ള ബലമാണ്. ആ ധാർമ്മിക ബലത്തെ അത് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് വെച്ചുകൊണ്ട് ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ജയിക്കിന് ഓർക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നു. പന്തളം ബ്രാഞ്ച് സെക്രട്ടറി K. ഹരിയാണ് CPM ബന്ധം ഉപേക്ഷിച്ചത്. ഇല്ലേ, എന്നോട് പോസ്റ്റർ വലിച്ചതിൻ്റെ മാതൃക പറയുന്ന ജയിക്കിന് ഇതാണ് മാതൃക. നിങ്ങളുടെ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോവുകയാണ് ജയിക്ക്. ഒന്ന് ഞെട്ട്, അല്പം എന്നോട് കാണിച്ച മാതൃക സ്വന്തം പാർട്ടിയിൽ ഒന്ന് നടത്താൻ പറ. ഇല്ലേ, പിന്നെ എൻ്റെ വിധിയാണ്. അഭിലാഷിന് അറിയില്ലേ, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നതിന് ശേഷം ഞങ്ങളോട് മീഡിയ വിളിച്ച് ചോദിച്ചു, മറ്റൊരു വിഷയമായിരുന്നു ചർച്ച ചെയ്യാനിരുന്നത്, രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വിഷയം മാറ്റണം, നിങ്ങൾ പങ്കെടുക്കുമോ എന്നല്ലേ ചോദിച്ചത്. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ മുതൽ ചർച്ചയ്ക്കൊണ്ട് അഭിലാഷ് എല്ലാ ഇതിലും ഞാൻ ഇന്നലെ 2 ചാനലുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഒരു ചാനൽ ഞാൻ ചർച്ചയ്ക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് പോലെ ഒരു 3 ദിവസം പുറകോട്ട് പോയാൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ചർച്ചയ്ക്ക് വന്നിരിക്കാൻ ഗതികെട്ടവരായിട്ട് ജയിക്കില്ലാതിരുന്നത് ആ പാർട്ടിയുടെ ധാർമ്മിക മൂല്യം ഇല്ലാത്തതുകൊണ്ടല്ലേ, ധാർമ്മിക ബലം ഇല്ലാത്തതുകൊണ്ടല്ലേ, പത്മകുമാറിനെ പുറത്താക്കാത്തതുകൊണ്ടല്ലേ ജയിക്കിന് കഴിഞ്ഞ 3 ദിവസം ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. CPM-ന് ഒരു നേതാവും പങ്കെടുത്തില്ലല്ലോ. പാവപ്പെട്ട നിരീക്ഷകരെ വിട്ട് ഈ ഡർട്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കായിരുന്നില്ലേ. എൻ്റെ ജയിക്ക് ആദ്യം വല്ലവൻ്റെ മുഖത്തേക്ക് പറയുന്നതിന് മുമ്പ് സ്വന്തം കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ വെച്ച് ആരോ പോലീസുമായിട്ട് ഉന്തും തള്ളുണ്ടായപ്പോൾ അതുകൊണ്ട് മുഖത്തടിച്ചു. ഷാഫി പറമ്പിൽ MP പോലീസുകാരെ ആക്രമിക്കാവോ എന്ന് ചോദിച്ചതാണ്. VK സനോജിന്റെ പ്രസ്താവനയിൽ പോന്നിട്ടുണ്ട്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവിലായവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വലിയ വിഷയമല്ല. മനസ്സിലായില്ലേ? ഷാഫി പറമ്പിൽ പോലീസിനെ ഉന്തിയതായിരുന്നു വിഷയം, ഒരു നാട് മുഴുവൻ കത്തിക്കാൻ. 20 വർഷം തടവിന് പോലീസിന് ബോംബെറിഞ്ഞവന് ശിക്ഷ കിട്ടിയത് പ്രശ്നമല്ല. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പാണ് ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് യാതൊരു ഭയത്തിന്റെയും ഭീതിയുടെയും പ്രശ്നമില്ല. കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ, ധാർമ്മിക ബലത്തിലാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇവരെ പോലെ ഒളിച്ചോടിയിട്ടില്ല. ഏതൊക്കെ വിഷയങ്ങളിൽ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി ജയിക്കലൊക്കെ വലിയ ഗുണമല്ലേ, കാരണം ദിവസവും വരണ്ടല്ലോ. കാരണം ഇപ്പൊ CPM ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാ. അഭിലാഷിന് അറിയാലോ. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടെന്നേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പലരും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ സ്ത്രീകൾ ഉൾപ്പെടെ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പ്രശ്നം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ,
എന്നാൽ PK ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM വനിതാ നേതാവോ അല്ലാത്ത നേതാവോ അതിനെ അയാൾക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പകരം മറ്റേ തീവ്രത നടക്കുന്ന മെഷീനായിട്ട് ഇറങ്ങുകയല്ലേ ശ്രീമതി ടീച്ചർ ചെയ്യുന്നത്, ഇല്ലേ? നമ്മളൊപ്പം ചർച്ചയ്ക്കിരുന്ന തൃശ്ശൂർ ഒരു DYFI നേതാവ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് വാർത്തകളിൽ മുഴുവനുണ്ടല്ലോ, സ്ത്രീ വിഷയമായിരുന്നു എന്നുള്ളത്. ഇതുവരെ ആ പരാതി പോലീസിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അഭിലാഷ് ഒന്ന് ചോദിക്ക് ജയിക്കിനോട്. ഈ സ്ത്രീ വിഷയങ്ങളിൽ, പീഡന വിഷയങ്ങളിൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള PK ശശിക്കെതിരെ ഉൾപ്പെടെയുള്ള പരാതികൾ പോലീസിന് കൊടുക്കാൻ പോലും ധാർമ്മിക ബലമില്ലാത്തവർ ഇവിടെ വന്നിരുന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യണോ? ഞങ്ങളെ ചോദ്യം ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ ചർച്ച ഉണ്ടാവും, ആ ചർച്ചയിൽ തീരുമാനമെടുക്കും. ചിലർക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചിലപ്പോൾ പുറത്തൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. ഇത് KPCC പ്രസിഡന്റ് പറഞ്ഞാണ്. പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. UDFന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് അന്തിമമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ശബരിമലയിലെ സ്വർണ്ണക്കള്ളം മൂടിവെക്കാമെന്ന നടക്കില്ല. ഒരു കാരണവശാൽ നടക്കില്ല. ഈ നാട് മുഴുവൻ ഇന്ന് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ അടിച്ചുവിറ്റ ഈ കള്ളക്കടത്തുകാരെ, ഈ സ്വർണ്ണക്കൊള്ളക്കാർക്കെതിരെയാണ്. അതൊന്നും അതിനാണ് ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ടുപോയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കാപട്യമൊന്നും ഒരു കാരണവശാലും ജനങ്ങളെ ഏൽക്കുന്നതല്ല. വളരെ കൃത്യമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു അരമിനിറ്റ് കൂടി ജയിക്കും ശങ്കുട്ടി ദാസും എല്ലാം ഇവിടെ ഒട്ടേറെ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അരമിനിറ്റ് ജയിക്കും ശങ്കുട്ടി ദാസും എല്ലാം ഒട്ടേറെ വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ആരോപണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. 5 മാസമായില്ലേ നിങ്ങളുടെ പോലീസ് ഈ വിവരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ജയിക്കും ശങ്കുട്ടി ദാസൊക്കെ ഈ അറിഞ്ഞിട്ടുള്ള ക്രിമിനൽ നടപടികൾ എന്തേ പോലീസിൽ പറയാഞ്ഞത്? എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? നിങ്ങളുള്ള തെളിവുകൾ എന്തുകൊണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തില്ല? ഈ വന്നിരുന്ന് ഡയലോഗ് അടിച്ചാൽ പോരാ ജെയ്സി തോമസേ. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പരാതികളുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ പരാതികൾ പോലീസിന് കൊടുക്കായിരുന്നു. പോലീസ് സംവിധാനം ഒരു കണ്ടെത്താനാവാതെ ഒരു പരാതിക്കാരി വന്നപ്പോ അതിന്റെ പുറകെ നടന്നു. നമുക്കൊരു കുഴപ്പമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? ശ്രീ ജെയ്സി തോമസ്, ഞങ്ങൾക്ക് ധാർമ്മിക ബലമുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വാദം. കൃത്യമായി ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. സമാനമായ വിധത്തിൽ നടപടിയെടുക്കാനുള്ള കെൽപ്പ് അപ്പുറത്താർക്കുമില്ല എന്നുകൂടിയാണ് കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ഇതിനെ സംബന്ധിച്ചുള്ള എന്റെ വിശദീകരണം ആദ്യം തന്നെ നടത്തിയതാണ്. ഞാൻ പറഞ്ഞു, അവതാരകൻ എന്ന നിലയിൽ അംഗീകരിക്കോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബഹുമാനിയനായ നമ്മുടെ കോൺഗ്രസ് മാധ്യമ മുഖമായി ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, നമുക്കൊക്കെ രാഷ്ട്രീയ വിയോജിപ്പുള്ളപ്പോഴും പ്രതിപക്ഷ ബഹുമാനം വെച്ച് പുലർത്തുന്ന ബഹുമാനിയനായ നമ്മുടെ സഹപാനലിസ്റ്റ് ശ്രീകുമാർ, ഇവരുൾപ്പെടെ ആരെങ്കിലും ഇദ്ദേഹം പറയുന്നത് പോലെ ന്യായീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇവരുടെ എല്ലാവരുടെയും വാദം എന്തായിരുന്നു? ഞാൻ പറയുന്നത്, ഈ കേസിൽ അദ്ദേഹം തിരിച്ച് CPIM-ന് നേരെ 1-2 വിമർശനങ്ങൾ, തിരികെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ശ്രീ KTDC-യുടെ ചെയർപേഴ്സണെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ സംബന്ധിച്ച് ആ ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നതിൽ എനിക്ക് പരാതിയില്ല. തിരികെ പിടിച്ചു നിൽക്കാനാകാതെ വരുമ്പോൾ ഇങ്ങനെ 1-2 പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾക്കും ഇങ്ങനെ ഇല്ലേ എന്ന് പ്രാഥമികമായി നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റോ ഒക്കെ പറയട്ടെ. ഞാൻ പറയുന്നത്, ഇത്രയും ഗൗരവപൂർണമായ തെളിവുകൾ കൈയോടുകൂടെ പിടികൂടപ്പെടുകയും അനാവരണമാക്കപ്പെടുകയും ചെയ്തതിനു ശേഷവും അങ്ങേപോലെ ഞാൻ മനസ്സിലാക്കുന്നു, കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ സ്പോക്സ് പേഴ്സൺ ആകാൻ ചുമതലയേൽക്കപ്പെട്ടിട്ടുള്ള ഒരാൾ അങ്ങ് ഇത്രയും ചെറുതായി ഇത്തരം ആരോപണങ്ങളെ ഉന്നയിക്കാൻ പാടുണ്ടോ? ഈ ഗൗരവമുള്ള ഒരു 10 കാര്യങ്ങൾ ഒരേ തവണ പല ആളുകളും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ പറയുന്നത് അരിയത്ര എന്നാണ് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുന്നതെങ്കിലും പയറഞ്ഞാഴി എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാനറിയൂ. ഇനി 8:30 വരെ നീണ്ടു നിൽക്കുമ്പോഴും ഞാൻ ഇദ്ദേഹം ഇങ്ങനെ ഇടപെടുന്നത് മര്യാദയാണോ? ദീർഘനേരം CPIM-ന് നേരെ, ഇടതുപക്ഷത്തിന് നേരെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം ഒരു അവകാശം വന്നതുപോലെ അങ്ങ് വിളിച്ചു പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ സംസ്ഥാന സ്പോക്സ് പേഴ്സണായി നമ്മളുടെ മുമ്പാകെ നിൽക്കുന്ന ആങ്കർ ഇടപെടുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ചർച്ച അലമാക്കാൻ താല്പര്യമില്ല. അദ്ദേഹം ഇടപെട്ടുകയാണ്, ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് സമയം അനുവദിച്ചാൽ മതി. ഇങ്ങനെ ഒരു ചർച്ച അലമാക്കുന്നതിനോട് എനിക്ക് താല്പര്യം. ഇപ്പൊ വേറെ ആരും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരാൻ സൂചിപ്പിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. 1000 തവണ കോൺഗ്രസ് നേതാക്കളോട് അരി എത്ര
ഈ പീഡകനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അസാമാന്യമായ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഈ സെക്ഷൽ പെർവേർട്ടിനെ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ശബരിമല ശബരിമല ശബരിമല. വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുഴപ്പമായിരിക്കില്ല. ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് എന്ന ആഗോള അധമനെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള അപൂർവം കോൺഗ്രസ്സുകാർ അനുഭവിക്കുന്ന ദുര്യോഗമാണ്. എനിക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട്. ആങ്കറും പ്രേക്ഷക സമൂഹവും മനസ്സിലാക്കേണ്ടത് എന്താണ്? മുമ്പ് സാധാരണഗതിയിൽ അതിശോക്തി കലർന്ന ഒരു കൗതുകം എന്നതുപോലെ പറയുമായിരുന്നു. കണ്ണൂരിൽ ദിനേശ് ബീഡയുടെ സഹകരണ സംഘം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ AKG സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ അതിശയോക്തി കലർന്ന ഒരു പച്ചക്കള്ളം, പരമമായ പരിഹാസ്യമാണ്. അതായത് മെയ് മാസത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലഭ്യമായ ചാറ്റുകളും വിവരങ്ങളും അത്തരം വസ്തുതകളും വെച്ചിട്ടെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പറയുന്നതുപോലെ ക്യാരിങ് ആയ ഒരു പെൺകുട്ടിയെ BNSS പ്രകാരം ഫോഴ്സ്ഫുൾ അബോർഷൻ എന്ന് പറയുന്ന ലക്ഷണമൊത്ത ക്രിമിനൽ കുറ്റത്തിന് വിധേയമാക്കുന്ന സമയത്ത് ആ കാര്യത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പൊ വേണ്ടാത്ത സംസ്ഥാന പ്രസിഡന്റിനെ നയിക്കാൻ കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് CPIM ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന പുറത്തു വരുന്നതിന് കൃത്യം ഒരു 14 മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ ചട്ടം കെട്ടി യൂത്ത് കോൺഗ്രസ് നേതാവിനെ വശീകരിക്കാൻ പറഞ്ഞയക്കുകയും അതിൽ വശവതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ ചുഴിയിൽ പെട്ടുപോകുകയും ശബരിമല കള്ള പുറത്തു വന്നപ്പോൾ ആ ആയുധമെടുത്ത് CPIM പ്രയോഗിക്കുകയും ചെയ്തു എന്ന് പറയുന്നതാണ്. അതായത് എത്ര പരിഹാസ്യമാണ് കോൺഗ്രസ് നേതാവെ. കണ്ണൂർ ദിനേശ് ബീഡി ആരംഭിച്ചത് AKG ആശുപത്രിയെ സഹായിക്കാനാണ് എന്ന് വിളിച്ചു പറയുന്ന പരിമിത വിഭവന്മാർ, അല്പബുദ്ധികളുടെ നിലവാരം പോലും അങ്ങേക്ക് ഇല്ലാതായി പോയല്ലോ എന്നെനിക്ക് സഹതപിക്കുക മാത്രമാണ്. അങ്ങ് മനസ്സിലാക്കുന്നില്ലേ ഈ കേരളത്തിൽ എത്രയോ പ്രധാനപ്പെട്ട ആദരണീയനായ MN കാരശ്ശേരി നമ്മളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ആദരണീയനായ CWC അംഗം കൂടിയായിട്ടുള്ള കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇപ്പോഴത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇപ്പോഴത്തെ കാസർഗോഡ് പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇത് CPIM ഗൂഢാലോചന, CPIM ഞങ്ങൾ ആക്ഷേപിക്കും വിട്ടേരെ. കോൺഗ്രസിന്റെ പ്രതിനിധികളായി MN കാരശ്ശേരി മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ നമ്മുടെ നാട്ടിൽ രമേശ് ചെന്നിത്തല മുതൽ VD സതീശൻ മുതൽ ഡോക്ടർ ആശ മുതൽ ഷാനിമോൾ ഉസ്മാൻ മുതൽ ബിന്ദു കൃഷ്ണ മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാന മുഖങ്ങളായി കോൺഗ്രസ് അവതരിപ്പിക്കുന്ന എത്ര പേരുടെ വാചകങ്ങളുണ്ട്? അവർ CPIM കണിയാണോ? മനോരമയുടെ വാർത്താ മാധ്യമമായിട്ടുള്ള ഇത് വീക്ക് പ്രസിദ്ധീകരിച്ച കോൺഗ്രസ് മുൻ MPയുടെ മകളുടെ AICCക്കുള്ള പരാതി ഒരു CPIM കണിയാണോ? പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാവിന്റെ പരാതി ഒരു CPIM കണിയാണോ? ബാർക്ക് റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിന്റെ റിപ്പോർട്ടറുടെ പരാതി ഒരു CPIM കണിയാണോ? അങ്ങ് മനസ്സിലാക്കേണ്ടത് വർഗീയത മുഖമുദ്രയാക്കി വെച്ച ചാനലിന്റെ മറ്റൊരു റിപ്പോർട്ടറുടെ പരാതി ഒരു CPIM കണിയാണോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങ് പറയാൻ. ശരി. ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പലർക്കും അറിയാവുന്ന കുറെ അധികം കാര്യങ്ങൾ അത് പക്ഷേ നിയമപരമായി ആരുടെയും പരാതിയായി വന്നിട്ടില്ല. അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടി പരാതിപ്പെടാതെ അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ലല്ലോ. കുറെ ആളുകൾക്ക് അറിയാം എന്നുള്ളത് ആ കാര്യത്തിൽ അറിയാം എന്നതിൽ കവിഞ്ഞ പ്രസക്തിയുള്ള കാര്യമല്ല. രണ്ടാമത്തത് ഇവിടെ രേഖാമൂലം ഒരു പരാതിയാണുള്ളത്. ആ പരാതിയിൽ തന്നെ ഇവിടെ ഞാൻ നേരത്തെ ശ്രീ സുഭാഷ് ബാബുവിനോട് ചോദിച്ചതുപോലെയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തതുപോലെയും ഈ BNS 64-ഉം 64H-ഉം 64F-ഉം ഒക്കെ ആത്യന്തികമായി സ്റ്റാൻഡ് ചെയ്യുമോ എന്ന പ്രശ്നം കൂടിയുണ്ട്. കാരണം ഉപോത്ബലകമായ തെളിവുകളായിട്ടുള്ളത് ചാറ്റുകളും കോളുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ വിവിധ ലൊക്കേഷനുകളാണ്. അത് തിരുവനന്തപുരത്തും പാലക്കാടുമായിട്ടുള്ള ലൊക്കേഷനുകളാണ്. അപ്പോൾ ഇത് കൺസെൻഷ്യൽ ആയിരുന്നു എന്ന് തെളിയിക്കാനല്ലേ, അങ്ങനെ അല്ലായിരുന്നു എന്ന് തെളിയിക്കാനുള്ളതിനേക്കാൾ എളുപ്പം? നോക്കൂ, 64ന്റെ ഒരു സ്വഭാവം, ഇപ്പോൾ 64F-ന്റെ സ്വഭാവമാണെങ്കിൽ ഒരു പേഴ്സൺ ഇൻ പവർഫുൾ പൊസിഷൻ ഒരു അതോറിറ്റി ഫോഴ്സിങ് എന്താണ് വിമൺ ടു ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ളതാണ്. അതായത് തൻ്റെ അധികാരമോ തൻ്റെ പദവിയോ ഉപയോഗിച്ചുകൊണ്ട് ദുർബലയായിട്ടൊരു സ്ത്രീയെ ശാരീരിക ബന്ധത്തിന് നിർബന്ധിതയാക്കുക എന്നുള്ളതാണ്. അവിടെ കൺസെൻസ് എന്ന് പറയുന്നത്, കൺസെൻഷ്വൽ എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതോ പ്രതിരോധം ഉണ്ടായിട്ടില്ല എന്നുള്ളതോ അല്ല. രണ്ടാളുടെയും തലങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. പെൺകുട്ടി നിൽക്കുന്ന തലവും ഈ പറയുന്ന അക്യൂസ്ഡ് നിൽക്കുന്ന തലവും തമ്മിൽ ഒരു പവറിൻ്റെ കാര്യത്തിൽ, അതോറിറ്റിയുടെ കാര്യത്തിൽ അന്തരം ഉണ്ടെങ്കിൽ അവിടെ ദർ ഇസ് എൻ അസംഷൻ ഓഫ് റേപ്പ്. അങ്ങനെയാണ് നിയമത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെയുള്ള 3 സെക്ഷനും ഈ പറയുന്നത് പോലെ കടന്നു പിടിച്ചു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതല്ല. ഇവിടെ റേപ്പുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് എല്ലാം ഇപ്പോൾ 64F ആണെങ്കിലും അതേപോലെ തന്നെ M ആണ്, കമ്മിറ്റ്സ് റേപ്പ് റിപ്പീറ്റഡ്ലി ഓൺ ദ സെയിം വുമൺ. അതേപോലെ തന്നെ
H commits rape on a woman knowing her to be pregnant. ഇതെല്ലാം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം നോക്കൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാം, പക്ഷേ നമുക്കൊന്നും ആ കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനോ നിയമപരമായിട്ട് ഇടപെടാനോ സാധിക്കില്ല. ഏതെങ്കിലും ഒരു വിക്ടിം വരുന്നത് വരെ കാത്തിരിക്കാനേ സാധിക്കുള്ളൂ. നീതി ഒടുവിൽ പുലരുമെന്നുള്ള വിശ്വാസത്തിൽ ഇയാളൊരു അധർമ്മിയാണ്, ഇയാൾ ജയിലിൽ അടയ്ക്കപ്പെടേണ്ട ഒരാളാണ്, ഇയാളൊരു ക്രിമിനലാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിരത്താൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ബാധിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം പുറത്തു വരുമെന്നും ഒരു പരാതി കൊടുക്കുമെന്നും അന്ന് ഇയാൾ ശിക്ഷിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെ രാജു പി നായർ എന്നോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഈ തെളിവുകളെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അവിടെ ആ തരത്തിൽ വിക്ടിമിൻ്റെ ഒരു കൺസെന്റ് ഇല്ലാണ്ട്, അവരുടെ ഒരു സമ്മതം ഇല്ലാണ്ട്, അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം വെച്ചുകൊണ്ടോ പോലീസിനൊരു പരാതി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അങ്ങ് മനസ്സിലാക്കും. പക്ഷെ ഇതേ ചോദ്യം ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാലോ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പൊതുസമൂഹത്തിന് നോക്കൂ, ഒരു മിനിറ്റ് സാർ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മനുഷ്യനെ പാലക്കാട് നിയമസഭാ അപ്പോഴുള്ള സാമാന്യ മര്യാദ ആരെന്ന് വ്യക്തമാവുന്ന രീതിയിൽ പേര് പറയാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് സംശയം ഉണ്ടാക്കലല്ല, അത് പരാതി വരുമ്പോൾ മാത്രം ഉന്നയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മാന്യത. അത് നിങ്ങൾക്കില്ലാതെ പോയി, രണ്ടുപേർക്കും ഇല്ലാതെ പോയി. ഓക്കെ, മുൻ എം പി അവരുടെ മകൾ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ എത്രമാത്രം രാഷ്ട്രീയമായ ലോയാണ് നിങ്ങൾ എന്നുള്ളതിന്റെ തെളിവ് മാത്രമാണ്. ശരി, ഇനിയിപ്പോ അതിനെ ചുറ്റിപ്പറ്റി ആരുടെയും ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന വിധത്തിലേക്ക് നമ്മളൊരു ചർച്ച കൊണ്ടുപോകണ്ട. ഇത് രാജു പി നായർ വളരെ ബോധപൂർവ്വം ഇൻട്രപ്റ്റ് ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വരാതെ നോക്കുകയാണ്. അത് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ചീപ്പ് സോഷ്യൽ മീഡിയ ടാക്ടിക്സ് ആണ് ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ദ വീക്ക് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള മനോരമയുടെ മാധ്യമ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ സ്വന്തം നിലയിൽ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഓൾറെഡി വന്നിട്ടുള്ള വിഷയങ്ങളെ വീണ്ടും ചർച്ചകളിൽ ആവർത്തിക്കുന്ന എങ്ങനെയാണ് പൊളിറ്റിക്കൽ ലോ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഈ പൊതുസമൂഹത്തിനും ഞങ്ങൾക്കും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി വളരെ വൈകിയാണ് മനസ്സിലായ സമയത്ത് ഞങ്ങൾ അയാൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ നേതാക്കൾക്കും ഇത് നേരത്തെ അറിയാമായിരുന്നല്ലോ. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാളെ മത്സരിപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനൊരു സ്വഭാവ ദൂഷ്യമുള്ള ആളാണെന്ന് ഈ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അറിയാമായിരുന്നല്ലോ. ഈ റിനിയാൻ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ടല്ലോ VD സതീശന് വളരെ നേരത്തെ ഉണ്ടായിരുന്നു, എന്നാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഈ പറയുന്ന ആദ്യത്തെ പരാതി കൊടുത്തിട്ടുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഉന്നത നേതാക്കന്മാർക്ക് പരാതി കൊടുത്തിട്ടും ഒരാളുടെ ഭാഗത്തും അനുകൂലമായിട്ടുള്ളൊരു സമീപനം ഉണ്ടായിട്ടില്ല, ഞങ്ങളെ രക്ഷിക്കുന്നൊരു നിലപാടും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഇയാളുടെ എല്ലാ പെർവേർഷനും അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാളെ പരമാവധി പ്രൊട്ടക്ട് ചെയ്യും, ഇയാളെ വളരാൻ അനുവദിക്കുകയും ഇയാളെ ഇത്തരത്തിൽ കൂടുതൽ വിക്ടിമുകളെ സൃഷ്ടിക്കുന്ന രീതിയിൽ പവർ പൊസിഷനിൽ എത്തിക്കുകയും ചെയ്തത് നിങ്ങളല്ലേ. ആ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓടി വിളിക്കാൻ കഴിയുക? അത് ചെയ്യാതെ ഇയാൾ ഈ പറയുന്നത് പോലെ ധാരാളം ഇരകളെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു പീഡകരാക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പോയിട്ടില്ലെന്ന് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതികരിക്കുന്നത് ഞങ്ങളോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് CPM BJP ഗൂഢാലോചനയാണെന്നുള്ള വാദം. നോക്കൂ, ഈ പറയുന്ന ചർച്ചയിൽ CPMോ മറ്റേതെങ്കിലും ഒരാളോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ CPMന്റെ കൂടെയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി അയാളെ ന്യായീകരിച്ച് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ CPMുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം ഒരു മാന്യനാണെന്നും അദ്ദേഹം അന്യായമായി വേട്ടയാടപ്പെടുന്ന ഒരു വിശുദ്ധനാണെന്നും പറയാൻ എനിക്ക് പ്രയാസമാണ്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ കോൺഗ്രസിന്റെ കൂടെയുള്ള ആളല്ല, ഞാൻ കോൺഗ്രസുമായിട്ട് കക്ഷിയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ വീണ വിജയനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുമില്ല. ഇനി രണ്ടു കൂട്ടരെയും എതിർക്കേണ്ടി വരുന്ന വിഷയങ്ങളിൽ വഖഫ് ആവട്ടെ, പൗരത്വ ഭേദഗതി നിയമം ആവട്ടെ, അയോധ്യയിലെ രാമജന്മഭൂമി ആവട്ടെ, കശ്മീരിലെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ആവട്ടെ, രണ്ടു കൂട്ടരെ എതിർത്തുകൊണ്ട് സംസാരിക്കാനും എനിക്ക് അതിന് മടിയില്ല. അതായത് കൂടെ നിൽക്കുന്നത് ആരാണെന്നോ എതിർക്കുന്നത് ആരാണെന്നോ നോക്കിയിട്ടല്ല, ഒരു വിഷയത്തിലുള്ള സത്യം എന്താണ്, അതിലെ വസ്തുത എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു വിക്ടിം പുറത്തു വന്നു കഴിഞ്ഞു, ഒരു വിക്ടിം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞു, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടായി. കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും അയാളെ MLA തുടരാൻ അനുവദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ന്യായീകരണം പറഞ്ഞ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, അന്ന് ഇയാളുടെ MLA സ്ഥാനം രാജിവെക്കാതെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം മാത്രം രാജിവെച്ചാൽ മതി എന്ന് പറഞ്ഞതിന് ന്യായം പറഞ്ഞത് എന്താണ്? അതായത് യൂത്ത് കോൺഗ്രസ് സ്ഥാനം ഒരാൾ രാജിവെച്ച് കഴിഞ്ഞാലും ആരോപണം തെറ്റാണെന്ന് വന്നാൽ ഇയാൾക്ക് സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരാൾ MLA സ്ഥാനം രാജിവെച്ചാൽ ആരോപണം തെറ്റാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ തിരിച്ച് MLA
സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഇയാൾക്ക് ഞങ്ങൾ ഫെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാനാണ്. ഇപ്പോഴും ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ MLA സ്ഥാനം രാജിവെക്കണം. കോൺഗ്രസ് കൊടുത്തിട്ടുള്ള ടിക്കറ്റിന്റെ ബലത്തിൽ നേടിയിട്ടുള്ള സാമാജിക എന്ന സ്ഥാനം, ആ അധികാരം നിലനിർത്താൻ നിങ്ങൾ അദ്ദേഹത്തിന് മൗനാനുവാദം കൊടുത്തിരിക്കുകയല്ലേ. നിങ്ങൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്തോ വലിയ നിലപാട് സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? ശരി, ഓക്കെ, ഒരു ഇടവേള അത്യാവശ്യമാണ്. അതിനുശേഷം ഞാൻ വരാം ശ്രീ രാജു പി നായർ. ചർച്ച അവസാന മിനിറ്റാണ്. ശ്രീ രാജു പി നായർ, ഇത് കേവല രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണത്തിനപ്പുറത്ത് രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട മര്യാദ, മാന്യത, നമ്മൾ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ പുലർത്തേണ്ട സാമാന്യമായ മാനുഷികത, മനുഷ്യത്വം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അടങ്ങുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് CPM എന്ത് പറഞ്ഞു, BJP എന്ത് പറഞ്ഞു, മറ്റ് പാർട്ടിക്കാരെന്ത് പറഞ്ഞു, ഇതിലെ മുൻകാല അനുഭവങ്ങൾ എന്ത് എന്നുള്ളതിനപ്പുറത്തുള്ള ഒരു സമീപനം ഇക്കാര്യത്തിൽ എടുക്കാവുന്നതല്ലേ? അതെ, ആ സമീപനം എടുത്തുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയത്. ആ സമീപനം എടുത്തത് കൊണ്ടാണല്ലോ പുറത്താക്കിയത്. നിങ്ങൾ ഇത് പുറത്താക്കിയിട്ടില്ലെന്ന രീതിയിൽ ചർച്ച കൊണ്ടുപോകുന്നതാണ് പ്രശ്നം. അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. 2 നടപടി എടുക്കാൻ കഴിയില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ BJP വലിയ ധാർമ്മികതയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉന്നാവിലെ കേസിലും ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കേസൊന്നും ഞാൻ പറയുന്നില്ല. ഈ രാജീവ് ചന്ദ്രശേഖർക്ക് പാലക്കാടുള്ള ഒരു സ്ത്രീ പരാതി വെച്ചിട്ട് ആ പരാതി മുഖ്യവരാണ് അല്ലേ. ഇനി മറ്റൊരു ഉദാഹരണ പറഞ്ഞല്ലോ, അഭിലാഷ് ഓർമ്മയില്ലേ, 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് M മുകേഷിനെതിരെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ എന്തായിരുന്നു? ഇപ്പോഴും ഉണ്ടല്ലോ, അവൈലബിൾ അല്ലേ. ദേഹോപദ്രവം ഉൾപ്പെടെ ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെ മുഴുവൻ ആരോപണം ഉണ്ടായില്ലേ. 2014 അയാൾക്ക് സീറ്റ് കൊടുത്തില്ലേ ഇല്ലേ. 2021 ഈ ഹേമ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ, അതിനു മുമ്പുള്ള കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്ന സമയത്ത്, അദ്ദേഹത്തിനെതിരെ പരാതികളുള്ള സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തില്ലേ. എന്നിട്ട് MLA സസ്പെൻഡ് ചെയ്ത് ഞങ്ങളോട് ചോദിക്കുക, ധാർമ്മികതയ്ക്ക് ക്ലാസ് എടുക്കുക. ഈ പറയുന്ന ദേഹോപദ്രവം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനേക്കാൾ ക്രൂരമായ ആക്രമണം സീറ്റ് കൊടുത്തു ഇല്ലേ. പിന്നെ മാത്രമല്ല ലോക്സഭയിലേക്ക് സീറ്റ് കൊടുത്തു. എന്നിട്ട് നാണ ഉളുപ്പെന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കാനെങ്കിലും അറിയാമെങ്കിൽ ഈ വാദം ഉന്നയിക്കോ. അല്ല, അതാണ് പറഞ്ഞത്. ഈ ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ള ഈ ധീരോജ്വല മാതൃക മരണം വരെ കോൺഗ്രസ് തുടരണം. കഴിയുമെങ്കിൽ കേരളത്തിലെ 972 ഗ്രാമപഞ്ചായത്തിലും 86 മാനിനെ പ്രചരണത്തിന് കൊണ്ടുവരണം. അന്തസ്സുള്ള മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഇയാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം. അങ്ങയുടെ തൃപ്പൂണിത്തുറയിൽ കൊണ്ടുവരണം. തൃപ്പൂണിത്തുറയിൽ കൊണ്ടുവന്ന് ഇയാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് മത്സരിച്ച് ജയിക്കണം. അതാണ് എന്റെ അഭിപ്രായം. ഇയാളെ രാജിവെക്കാൻ വിടരുത്, ഇയാളെ പുറത്താക്കരുത്, ഇയാളെ രാജിവെപ്പിക്കരുത്. അങ്ങ് കൊണ്ടു നടന്ന തൃപ്പൂണിത്തുറയിലും കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നഗരസഭയിലും കോർപ്പറേഷനിലും ഈ മാനിനെ കൊണ്ടുവന്ന് പോസ്റ്റർ അടിച്ച് വോട്ട് ചോദിക്കണം. അതാണ് എന്റെ അഭിപ്രായം. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നന്ദി. 4 പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.